നമ്പർ സിസ്റ്റത്തിലെ അടുത്ത കൺവേർഷനാണ് ബൈനറി നമ്പറിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്കുള്ള കൺവേർഷൻ. നമുക്കറിയാം ബൈനറി നമ്പറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. ബൈനറി നമ്പറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒക്ടൽ നമ്പറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതായത് ബൈനറി നമ്പർ 0 or 1. ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 to 7 വരെയുള്ള വാല്യൂസ് അല്ലേ. അപ്പോൾ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഡിജിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഒരൊറ്റ ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ ബിറ്റ് 1 ആവാം, അല്ലായെങ്കിൽ 0 ആവാം. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ബിറ്റ് കൊണ്ട് ബൈനറി നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാം. ഒക്ടൽ നമ്പർ 3 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അതായത് 3 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയാൻ കാരണം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 1 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 3 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഒരു ബൈനറി നമ്പർ 110011 എന്ന് എടുക്കുക. ഇതിനെ നമുക്ക് ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബൈനറി നമ്പറിനെ ഗ്രൂപ്പിംഗ് ചെയ്യാനാണ്. അപ്പോൾ ഗ്രൂപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ബിറ്റ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 3 ബിറ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണേ? അതായത് റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഇതൊരു 3 ബിറ്റ് ഗ്രൂപ്പ്, നെക്സ്റ്റ് ഇതൊരു 3 ബിറ്റ് ഗ്രൂപ്പ്. ഇനി നേരെ ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഈ ബിറ്റ് നോക്കാം, ഈ ഗ്രൂപ്പ് നോക്കാം. 011 എന്ന് പറഞ്ഞാൽ എന്താ? 6 ആണ് അല്ലേ. സോറി, 011 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ. നെക്സ്റ്റ് 110 എന്ന് പറഞ്ഞാൽ എന്താ? 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 63 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തോ. അതായത് ഇവിടെ ഗ്രൂപ്പിംഗ് എങ്ങനെ ചെയ്യാം? ഗ്രൂപ്പിംഗ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. നമ്മളിത് ഓൾറെഡി ഞാൻ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 010 എന്ന് പറഞ്ഞാൽ 2 ആണ്, 110 എന്ന് പറഞ്ഞാൽ 6 ആണ്, 001 എന്ന് പറഞ്ഞാൽ 1 ആണ്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 168 ആണ്, 162 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ഫ്രാക്ഷണൽ നമ്പറിൻ്റെ കൺവേർഷൻ നോക്കാം. ഫ്രാക്ഷണൽ നമ്പറിൻ്റെ കൺവേർഷൻ നോക്കുന്ന സമയത്ത് നോക്കിയാൽ നമ്മൾ ഈ ഫ്രാക്ഷണൽ പോയിൻ്റ് എടുത്ത് ഫ്രാക്ഷണൽ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 3 ബിറ്റുള്ള ഗ്രൂപ്പുകളാക്കാം. 1 2 3. ഇവിടെ നിന്ന് 3 ബിറ്റുള്ള ഗ്രൂപ്പ് ആക്കാം. ലാസ്റ്റ് ബിറ്റ് നോക്കാം, 1 ഉള്ളൂ. ഇതിന് നമുക്ക് ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ 00 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ സൈഡിലാണ് നമുക്കൊരു 1 ബിറ്റ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ബിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. 011 3, 012 2, 101 4 + 1 5 അല്ലേ. ഇനി ഇങ്ങോട്ട് നോക്ക്, ഫ്രാക്ഷണൽ പോയിന്റ് 110 4 + 2 6 ആണ്, 4 ആണ്. അപ്പോൾ 523.64 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നിങ്ങളൊന്ന് ഗ്രൂപ്പ് ചെയ്യണേ. നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഫ്രാക്ഷണൽ പോയിന്റ് ഇങ്ങോട്ടേക്ക്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ലാസ്റ്റ് ബിറ്റ് 0 ആണ്. ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 0, ഇങ്ങോട്ടേക്ക് ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്താം. ഈ ബിറ്റിന് പകരം ഇവിടെ 1 കൊടുക്കുക. ഈ ബിറ്റിന് പകരം ഇവിടെ 1 വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ഗ്രൂപ്പ് ചെയ്യണം. ഒരു 0, സെക്കൻഡ് 0 അടിച്ച് ആഡ് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി നേരെ ഡയറക്റ്റ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 011 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്, 110 6 ആണ്, 001 1.
ഓക്കെ 101 എന്ന് പറഞ്ഞാൽ എന്താ 4+1 അല്ലേ 5 ആണ് അല്ലേ 1004 ആണ് ആൻസർ 163.54 ബേസ് 8 ഓക്കെ അല്ലേ. ഇനി നമുക്ക് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ഉണ്ട്. ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒക്ടലിൻ്റെ ബേസ് 8 ആയതുകൊണ്ട് 0 to 7 വരെയുള്ള വാല്യൂ നമ്മൾ എഴുതുക. ഓക്കെ, അതായത് 7 എന്ന് പറഞ്ഞാൽ 111. അപ്പോൾ 3 ബിറ്റ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക. ഹെക്സാഡെസിമലിൻ്റെ വാല്യൂ എന്താ? ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അതായത് 0 to 9 വരെ A to F വരെ ഏറ്റവും മാക്സിമം വാല്യൂ ഇതിൽ വരുന്ന എഫ് ആണ്. എഫിന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 15 ആണ്. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ നമുക്ക് 1111 അതായത് 4 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, 4 ബിറ്റ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 4 ബിറ്റുകളായിട്ടുള്ള ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. ഇനി ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലാണ് 1101 ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കിക്കോ 1101. നമുക്ക് ഇത് കൺവേർഷൻ നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ എന്താ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു പവർ ആഡ് ചെയ്താൽ 1 ഇവിടെ 2 ആണ് അല്ലേ, ഇവിടെ 4 ആണ്, 8 ആണ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 8 + 4 12 + 1 0 ഇല്ല, 12 + 1 എന്താ 13 ആണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് 8 + 4 + 2 എന്താ വരുന്നത് 14 ആണ് അല്ലേ. നെക്സ്റ്റ് 8 + 2 1010 10 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നോക്കാം. ഇത് ഇനി നേരിട്ട് നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം, എ എന്ന് പറഞ്ഞാൽ എക്ക് കറസ്പോണ്ടിങ് 10 ആണ്, ബി 11 12 13 14 15 ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എ ആണ്, 14 ഇ, 13 ഡി. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ വരുന്നത് ആൻസർ എ ഇ ഡി. നമ്മൾ ബേസ് 16 ആക്കി എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗ്രൂപ്പിംഗ് ചെയ്യാം. 4 ബിറ്റ് ഗ്രൂപ്പ് അല്ലേ, ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പിൽ 2 ബിറ്റേ ഉള്ളൂ. അപ്പോൾ 4 ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 148 എന്ത് വരും 12 13 തന്നെ വരും. നെക്സ്റ്റ് 2 വരും, 3 വരും. ആൻസർ എന്ത് വരിക 3 2 13 കറസ്പോണ്ടിങ് ഡി അല്ലേ, ബേസ് 16. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യണം അല്ലേ. ഗ്രൂപ്പിംഗ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് ഫ്രാക്ഷണൽ പോയിന്റ് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, ഫ്രാക്ഷൻ്റെ അപ്പുറത്തുള്ളത് റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഗ്രൂപ്പ് ചെയ്യാവാറ് അല്ലേ. ഓക്കെ, 3 ബിറ്റേ ഉള്ളൂ, ഒരു ബിറ്റ് 0 ആഡ് ചെയ്ത് കൊടുത്ത്. ഫ്രാക്ഷണൽ പോയിന്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 4 ബിറ്റ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ഒരൊറ്റ ഗ്രൂപ്പ് ഉള്ളൂ, 3 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളാണ്. 110 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. നെക്സ്റ്റ് ഫ്രാക്ഷണൽ പോയിന്റ് 1 1 എന്ന് പറഞ്ഞാൽ എന്താ 8 + 2 എന്ന് വരും, 8 + 4 12 ആണ് അല്ലേ. 12 എന്ന് പറഞ്ഞാൽ സി. ഓക്കെ, 100 100 എന്നാൽ 8. ആൻസർ വരുന്നത് C.6.C8 ബേസ് 16. ഓക്കെ അല്ലേ, ഇത് സിമ്പിളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ഡെസിമലിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബൈനറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനറിയാം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിഞ്ഞു, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്ത് വേണ്ടേ, ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കും കൺവേർട്ട് ചെയ്തു. ഇനി ബാക്കി ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്. ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ ഇതാ 158, ഇവിടെ 158. ഈ 158നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ഇനി ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 8, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ മതി. നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യാം. 158നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും, റിമൈൻഡർ 6. ഓക്കെ, റിമൈൻഡർ 6 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് 19നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യാം. 19നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 പോകും അല്ലേ. 2 × 8 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. റിമൈൻഡർ എന്ത് വരും, 3 വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അടിയിൽ നിന്ന് മേലോട്ടേക്ക് എഴുതി പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് നോക്കിക്കോ. 158നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 158നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഓക്കെ, 9 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും, 14 കിട്ടും. 14 എന്ന് പറഞ്ഞാൽ ഇ ആണ് ആൻസർ. ഓക്കെ, 14 കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതാം, 9E എന്ന് വരും. റൈസ് ടു 60, ഇവിടെ 236 ബേസ് 8 എന്ന് വരും. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. 256 ഇതിൻ്റെ ഒക്ടൽ കാണണം, 256ൻ്റെ ഹെക്സാഡെസിമൽ കാണണം. ഓക്കെ, ഒന്ന് കണ്ട് നോട്ടിലൊന്ന് എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒക്ടൽ ടു ഡെസിമൽ. ഓക്കെ, ഒക്ടൽ ടു ഡെസിമൽ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ, ഇപ്പോൾ 253 ആണ്. നമുക്ക് ഈ ഫ്രാക്ഷൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാം. ഫ്രാക്ഷൻ വരുന്നത് ചോദിക്കാറില്ല സാധാരണ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം 8⁻³ ഒക്കെ 8⁻³ ഒക്കെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് 253 വെച്ചിട്ട് നോക്കാം. 253ൻ്റെ ഒക്ടൽ നമ്പർ എങ്ങനെ കാണാം, അതായത് ശ്രദ്ധിക്കേ, 253 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് കൊണ്ട് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതൊരു നമ്പർ ഡെസിമലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിതെന്താ, ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ ഡെസിമലിലാണ് ഒരു മെയിൻ പോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാം, ഡെസിമൽ. ഓക്കെ, ഈ ബാക്കിയുള്ള നമ്പർ സിസ്റ്റമൊക്കെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ബൈ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആ ബേസ് വാല്യൂ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിൽ നിന്ന് ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസ്. ഒന്ന്
നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 253 ഉണ്ട്. 253നെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഒക്ടലാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 3 × 8⁻⁴ പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് 5 × 8⁻1. ഓക്കെ, നെക്സ്റ്റ് 2 × 8⁻2. നമുക്ക് അറിയുന്നതാണ്. ഇപ്പം ഇത് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്താൽ മതി. 2 × 8⁻2 പ്ലസ് 5 × 8⁻1 പ്ലസ് 3 × 8⁻0. ഇതായിരിക്കും 14ൻ്റെ BCD റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എക്സാമിന് എഴുതാൻ പോകാം. ഓക്കെ, BCD നമ്പർ ഓഫ് 15 ചോദിക്കും. അപ്പോൾ ഓപ്ഷൻ എ 15 എന്ന് പറഞ്ഞാൽ 1111 ആണ്. ഓപ്ഷൻ എ 1111. ഓപ്ഷൻ ബി 0000 1111. ഓപ്ഷൻ സി നമ്മളെന്താ പറഞ്ഞത്? 0001 0101. ഓക്കെ, ഓപ്ഷൻ ഡി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ വരും. 01111 0000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? നമുക്കറിയാം, കൺസെപ്റ്റ് ഇപ്പോൾ ക്ലിയറാണ് അല്ലേ? അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് മറക്കാതെ ഇരിക്കുക. എങ്ങനെയാണ്? നമ്മൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD എഴുതി, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD എഴുതി. 5 ആണ്, ഇത് 1 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ഓക്കെ, ഇനി നമുക്കൊരു ഇൻവാലിഡ് BCDനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ വാലിഡ് BCD ആക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് നേരത്തെ 1111 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻവാലിഡ് BCD അല്ലേ? ഓക്കെ, ഈ ഇൻവാലിഡ് BCDനെ നമ്മൾ വാലിഡ് BCD ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു +6 ചെയ്താൽ മതി. ഓക്കെ, ഒരു +6 പറഞ്ഞാൽ എന്താ? +6 പറഞ്ഞാൽ 0 1 1 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് BCDനെ നമുക്ക് എന്താക്കി മാറ്റാം? ഒരു വാലിഡ് BCD ആക്കി മാറ്റാം. ഒന്ന് നോട്ട് ചെയ്യുക. വാലിഡ് BCDനെ ഇൻവാലിഡ് BCD ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു +6 അതിന് കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻവാലിഡ് BCD ആണ്. ഇതിനെ വാലിഡ് BCD ആക്കണമെന്നുണ്ടെങ്കിൽ 0 1 1 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്ത് നോക്കാം. 0 + 1 എന്ത് വരും? 0 + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും അല്ലേ? 1 + 1 0 വിത്ത് ക്യാരി 1 അല്ലേ? നെക്സ്റ്റ് 1 + 1 0 അല്ലേ? 0 + 1 1 + 1 പറഞ്ഞാൽ 0 വിത്ത് ക്യാരി 1 വന്ന്. ഓക്കെ, ഇവിടെ 0 ടി. 0 + 1 എന്ന് പറയുമ്പോൾ 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 1 + 1 1 + 1 0 വിത്ത് ക്യാരി 1. ഈ 1 ഇവിടെ ഇറക്കിയിട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാലിഡ് BCD. ഇനി വാലിഡ് BCD ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 ബിറ്റ് ഗ്രൂപ്പ് ആക്കണം അല്ലേ? 4 ബിറ്റ് ഗ്രൂപ്പ് ആക്കിക്കോ. ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, അപ്പോൾ 0 0 0 ആഡ് ചെയ്തെടുത്ത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. 0001 0101. ഇതാണ് ഇതിൻ്റെ വാലിഡ് BCD. നമ്മളിവിടെ 6 ആഡ് ചെയ്ത് കൊടുത്തില്ല, +6 ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നോക്കാം, നമുക്ക് 1111 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് 15. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തില്ലേ? 0101 ആണ് 5, 0001 ആണ് എന്ത്? 1. ഓക്കെ, ഈ സാധനം തന്നെയല്ലേ ഇതും? സെയിമാ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. +6 ആഡ് ചെയ്തെടുത്താൽ എന്താകും? ഇൻവാലിഡ് BCDനെ നമുക്ക് വാലിഡ് BCD ആക്കാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് 2 BCD നമ്പേഴ്സ്. 1001 0100 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1011. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഒരു വാലിഡ് BCD അല്ലേ? കാരണം അത് 9. ഇതെന്താ?
4 4 അല്ലേ, ഇതും വാലിഡാ. ഇതെന്ത് വരും? 8 + 4 12 13 അതാണ് ഇൻവാലിഡാ. നമ്മൾ വാലിഡ് ബി സി ഡി, രണ്ട് വാലിഡ് ബി സി ഡി, അതായത് ബി സി ഡി നമ്പർ എപ്പോഴും എന്തായിരിക്കണം? ഒരു വാലിഡ് നമ്പർ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഒരിക്കലും ഇൻവാലിഡ് ആയിട്ടുള്ള ബി സി ഡി സമ്മിൻ്റെ റിസൾട്ടായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? 1 1 0 1നെ വാലിഡ് ആക്കണം. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 0 1 1 0, അതായത് 6 വെച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നോക്കാം. 1 1 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1 ഗ്രൂപ്പ് ചെയ്യാം. 0 0 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ 1. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കിട്ടുന്ന ആൻസർ ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ നോക്കുക. ഇൻവാലിഡ് ആണെങ്കിൽ അതിനെ വാലിഡ് ആക്കിയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അതായത് ഈ ഒരു ഇൻവാലിഡ് നമ്പർ ഉണ്ടാവും ഓപ്ഷനിൽ, വാലിഡ് നമ്പർ ഉണ്ടാവും ഓപ്ഷനിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം? ഗ്രേ കോഡും XS3 കോഡും പറയാം. ഓക്കെ, ശരി.